അങ്ങനെ വീട്ടിൽ ചിക്കൻ എടുത്ത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വര വരച്ചിട്ടാണ് ഇനിയുള്ള ആദ്യത്തെ പരിപാടി. ഇത് പ്രത്യേകിച്ച് എന്തുണ്ടാക്കാനാ, എങ്ങനെ ഉണ്ടാക്കാനാ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുണ്ടായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു മനസ്സിലൊരു ശുഭാപ്തി വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ട്രൈ ചെയ്യാം, ചിലപ്പം നന്നാവും, ചിലപ്പം നന്നാകത്തില്ല. ഈ വെട്ടലൊക്കെ കാണുന്നത് ഞാൻ പ്രൊഫഷണൽ കുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഏതോ ഓരോ വീഡിയോ കണ്ടിട്ട് അതേ രീതിയിലെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒരു എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നോക്കാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ചിക്കൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ടും എല്ലാം ക്രോസാക്കി വെട്ടി ഒരു പരുവായി ചിക്കൻ. എപ്പോഴാണ് ഇതേ ഫോർക്കിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർക്കിലൊരു പരീക്ഷണം നടത്താൻ ഫോർക്ക് വെച്ച് ചിക്കന് മൊത്തം ഒരു കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുത്ത്. എനിക്കെന്തോ അതിനോടൊരു വൈരാഗ്യമുള്ള കണക്കാണ് ഇരുന്ന് കുത്തുന്നത്. മൊത്തം ഒരു സൈഡും വിട്ടില്ല, മൊത്തം ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുന്ന എൻ്റെ അനിയത്തിൻ്റെ ചിക്കയ്ക്ക് വട്ടായിരുന്നു. ഇക്കയ്ക്ക് വട്ടായതല്ല, ഇതൊക്കെ ഓരോ വീഡിയോ കണ്ട് തലയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇതെന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല. ജ്യൂസി ആകും ചിക്കൻ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ കുത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇനി മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടി തൊലിച്ച് വെച്ച ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ വീടിൻ്റെ വാതിക്കല പുതിന, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അവരെല്ലാം ആലോചിച്ച് ഇതിനകത്ത് മസാലകൾ ഉണ്ടാക്കണം. അതായത് പൊടികൾ എന്തിടണം എങ്ങനെ ഇടണമെന്നും ഒന്നൊരു ഐഡിയ ഇല്ല. നേരെ വീട്ടിൽ കണ്ട എല്ലാ ചിക്കൻ കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും ഒന്നിച്ചെടുത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ വരട്ടെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന ഇടണം, ഇത്ര അളവിടണം എന്നൊന്നുമില്ല. തോന്നുന്ന കണക്കങ്ങ് ഇടുക, വാരിക്കൊഴി ഇടുക. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ചിലപ്പോൾ ഇതൊരു വെറൈറ്റി കോമ്പിനേഷനാകും, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആണ് എനിക്ക് അടുത്ത ഒരു ഐഡിയ. എങ്കിൽ ഇച്ചിരി തൈരും നാരങ്ങയും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ തൈരും നാരങ്ങയും സ്റ്റോക്കിൽ അനിയത്തി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കൊണ്ട് അന്ന് അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതും ഇതിനകത്തൂടെ ആഡ് ചെയ്യണം. എല്ലാ പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് എന്തോ ഒരു സാധനം മറന്നു പോയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഓർത്ത് ഉപ്പിട്ടാൻ മറന്നു പോയത്. അങ്ങനെ ഉപ്പെടുത്ത് ദേ കിടക്കുന്നത് ഒരു സ്പൂൺ, അടുത്തതൊരു തുള്ളിയും കൂടെ ഇട്ട് നോക്കാമെന്ന് വെച്ച് പിന്നെ ഒരു ഇച്ചിരി കൂടെ ഇട്ടു. എങ്കിലിനി ബാക്കി തൈരും നാരങ്ങയും കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് തൈര് നാരങ്ങ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ തൈര് വയ്ക്കാം. എന്നിട്ട് മിക്സിന് ഒരു കശാക്കാം. മിക്സി നല്ലപോലെ ഇളക്കിയിട്ട മസാല പിന്നെ അതിൻ്റെ അടിയിൽ തരികളുണ്ടാകുന്ന നോക്കാൻ വേണ്ടി പിന്നെ നല്ല രീതിയിൽ ഫോർക്ക് വെച്ച് തന്നെ ഒന്ന് ഇളക്കി നോക്കി. എന്നിട്ട് ആ മസാല നേരെ ഇനി ചിക്കന് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം, ഒരു 15 മിനിറ്റ്. എങ്കിൽ മസാലയൊക്കെ അതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ അങ്ങ് പിടിക്കട്ടെ. അങ്ങനെ മസാജിങ്ങൊക്കെ നല്ലപോലെ അറിയാമെങ്കിൽ ഈ ചിക്കൻ അങ്ങ് നല്ലപോലെ അങ്ങ് മസാജ് ചെയ്യുക. മസാജ് ചെയ്യാന്ന് വെച്ചാൽ ചിക്കൻ നമ്മുടെ മസാജിങ് കൊണ്ട് കുളിര് പോരണം. ആ രീതിയിൽ വേണമെങ്കിൽ ഇച്ചിരി ഇതും കൂടെ കൊടുത്തോ. അവിടെ ഇവിടെ എല്ലായിടത്തും ആ കൈ അങ്ങ് കയറ്റി അങ്ങ് മസാല അങ്ങ് പേച്ച് പിടിപ്പിച്ച് നല്ലപോലെ അങ്ങ് ഇളക്കുക. അങ്ങനെ ചിക്കനെ കമത്തിയിട്ടും എല്ലാം അങ്ങ് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക അങ്ങ് മൊത്തത്തിൽ. അങ്ങനെ ഈ ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഫോർക്ക് വെച്ച് പിന്നെ ഒരു ചുമ്മാ പ്രസനം മാത്രം
അത് കഴിഞ്ഞിട്ട് ഇതേ നേരെ ഫ്രിഡ്ജ് വെക്കുക. ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എന്നിട്ടൊരു മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ആ ചിക്കനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ ആ ചിക്കൻ എടുത്ത് ബ്രെഡ് പൊടിച്ച, അതായത് ആ ബ്രൗൺ കളർ കളഞ്ഞ ബ്രെഡ് പൊടിച്ച, ബ്രൗണില്ലേ ബ്രെഡിൻ്റെ സൈഡ്, അത് കളഞ്ഞിട്ട് ബ്രെഡ് മാത്രം എടുത്ത് പൊടിക്കുക. എന്നിട്ട് നേരെ എടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ബ്രെഡ് അത് ഇതാക്കുക. ഇതെന്താകും എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല, ഇതിൻ്റെ പേരും എന്തുവാണെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു സാധനം ആരും ഉണ്ടാക്കി കാണത്തില്ല. അങ്ങനെയാണ് ഇത് സാധനം. ഇത് എങ്ങനെ ചുമ്മാ ട്രൈ ചെയ്യുക. വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പം ഒരു പണിയില്ലല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞായറാഴ്ചയൊക്കെ വീച്ചടിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ അങ്ങ് ചെയ്ത് ഈ ചിക്കൻ അങ്ങ് കുളിപ്പിക്കുക ബ്രെഡ് പൊടിയിൽ. ഇടയ്ക്കോട്ടൊക്കെ ആ മസാല ചെയ്ത് പെരുത്തിയിട്ട് തിരുമിയത് കണക്ക് തന്നെ ഇത് കിട്ടും അങ്ങ് തിരുമുക. എന്നിട്ട് ബാക്കിയുള്ള മസാലയുടെ വെള്ളവും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴപ്പരുവാക്കി. എന്നിട്ട് ഇതിനങ്ങ് സെറ്റാക്കി വെക്കുക. ഇനി നമുക്ക് അടുപ്പങ്ങ് കത്തിക്കണം. അങ്ങനെ അടുപ്പ് കത്തിച്ച് തീ അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് അതൊന്ന് സിമ്മിലിടുക. ഫ്ലെയിമിലിട്ടാൽ ചിലപ്പം പണി പാളും. അങ്ങനെ സിമ്മിലിട്ടിട്ട് എണ്ണ മാത്രത്തിൽ മൊത്തം ഒന്ന് കറക്കി അടിച്ചിട്ട് എണ്ണ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ചിക്കൻ പതിയെ അങ്ങ് പൊക്കി അങ്ങ് ഇടുക. എടുത്ത് വാരി കഴിച്ച് തന്നെ എണ്ണ തെറിച്ച് കണ്ണടിച്ചു പോകും. അങ്ങനെ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ഒരു സൈഡ് വേവാൻ വേണ്ടി സിമ്മിലിട്ടങ്ങ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ചിക്കൻ അടച്ച് വെക്കുന്നതിന് മുമ്പേ അപ്പം തിരിച്ചിടാൻ വേണ്ടിയുള്ള അടുത്ത ഇതാണ്. തിരിച്ചിടുമ്പോൾ നിങ്ങൾ മനസ്സിലാകും ഒരുമാതിരി ഒരു ബ്രൗൺ കളറാവും, കാരണം ബ്രെഡാണല്ലോ പുറത്തിരിക്കുന്നത്. അപ്പം ഒന്ന് തിരിച്ചിടുമ്പോൾ ഒരു ഇളം ബ്രൗൺ കളർ, ആ കളറാണ് അത്യാവശ്യം വേവായെന്നുള്ളതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ അതായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് ഞാൻ ഈ സമയത്ത് ഒരു മണ്ടത്തരം കാണിച്ചു. ഇവിടെ ഇത്ര നേരം നിൽക്കുന്നതിനാ, ഫോണിൽ ടൈമർ ഇട്ടിട്ട് അങ്ങ് പോയാൽ പോരെ എന്ന് പറഞ്ഞ് ടൈമർ ഇട്ടിട്ട് എൻ്റെ റൂമിൽ പോയി അങ്ങ് ഇരുന്നു. ഇതും അങ്ങ് അടച്ചു വെച്ച്. അങ്ങനെ ടൈമർ ഇട്ടിട്ട് അടച്ചു വെച്ചപ്പം എൻ്റെ അനിയത്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് അവൾ എന്ത് ചെയ്ത് വന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വേവട്ടെ എന്ന് പറഞ്ഞ് സിം ഇച്ചിരി കൂട്ടിയിട്ട് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കിടക്കുന്ന അപ്പുറം സൈഡ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. അങ്ങനെ ആ കരിഞ്ഞ ഭാഗം കുഴപ്പമില്ല എന്ന് ഞാൻ കണ്ടെത്തി. കാരണം അത് ബ്രെഡിൻ്റെ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും റിസ്ക് എടുക്കേണ്ടത് തന്നെ ആ ഭാഗം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാനുള്ള പ്ലാനിൽ ചിക്കൻ നേരെ പാത്രത്തിലോട്ട് മാറ്റി. കണ്ടോ, അതിച്ചിരി ചെറുതായിട്ട് കരിയേൽ കൂടിപ്പോയി, ബ്രൗൺ കളർ കുറച്ച് കൂടിപ്പോയി. നിങ്ങളിത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കണക്കിരിക്കും. ആ സൈഡിന് കട്ട് ചെയ്ത് മാറ്റാനുള്ള പ്ലാനിലാണ് ഞാൻ. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇനി ടേസ്റ്റ് നോക്കാൻ. ചൂട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും എല്ലാവരും ഇത് കണക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം സൈനിങ് ഔട്ട്. ബൈ.